ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഇവിടെ 2 കാർഡുകളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയാം. ഫസ്റ്റ് കാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ കാണുന്നത് ഈ വ്യക്തിക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പിടി തരാത്തൊരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആളുടെ യഥാർത്ഥ ക്യാരക്ടറൊന്നും നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളോടൊരു അറ്റാച്ച്മെൻറ്റ് ഉള്ളതായിട്ടൊന്നും ഇവിടെ കാണിക്കുന്നതുമില്ല. പിന്നെ വിവാഹത്തിനൊന്നും അത്ര താല്പര്യമുള്ള ആളായിട്ടൊന്നും അല്ല ഇവിടെ കാണിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പിന് അത്ര വാല്യൂ കൊടുക്കുന്നൊരു വ്യക്തിയൊന്നുമല്ല. പിന്നെ ഉത്തരവാദിത്വം കാണിക്കത്തില്ല. അതുപോലെ തന്നെ റിസ്കുകളൊന്നും ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും നിങ്ങൾ മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും ടോർച്ചർ ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണപ്പെടുന്നത്. നിങ്ങളെ സേവ് ചെയ്യുന്ന വ്യക്തിയൊന്നുമല്ല. നിങ്ങളുടെ കൂടെ നിൽക്കും, പക്ഷേ നിങ്ങളെ എപ്പോഴും ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ഒരു റിലേഷൻഷിപ്പായിരിക്കും. എപ്പോഴും ബ്രേക്കപ്പായി പോവും, പിന്നെയും വരും, പിന്നെയും ബ്രേക്കപ്പായി പോവും, പിന്നെയും വരും. ചിലപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ വിളിക്കുന്നത് തന്നെ. എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ളൊരു മറുപടി തന്നെ നിങ്ങൾക്ക് ലഭിക്കാറില്ല. ഒന്നിനെപ്പറ്റി എക്സ്പ്ലനേഷൻസ് ഒന്നും ചെയ്തു തരത്തില്ല. നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് വ്യക്തമാക്കാത്തൊരു വ്യക്തിയാണ്. ഓക്കെ. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും ഒരു വഴക്കിട്ട് പോവുകയാണെങ്കിൽ തന്നെ നിങ്ങളോടൊരു സോറി പോലും പറയത്തില്ല. ഭയങ്കര നിങ്ങളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഒരാളായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എപ്പോഴും എന്താ പറയുന്നത്, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഒരാളായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത്ര അറ്റാച്ച്മെൻ്റ് ഒന്നും നിങ്ങളോട് കാണിക്കത്തില്ല. കാരണം കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തലയിലായി പോവോ എന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ഉണ്ട് പുള്ളിക്ക്. സോ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് കാർഡാണ് കാർഡ് നമ്പർ 1. കാർഡ് നമ്പർ 2. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു പ്യുവർ ലവ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഈഗോ, ഒരു ക്ലാഷ് ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പുറമേ എനിക്ക് നിന്നെ അത്ര കാര്യമൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയും, അല്ലെങ്കിൽ ചെയ്യത്തില്ല എന്നൊക്കെ പലതും പറയുമെങ്കിലും പക്ഷേ അതൊക്കെ വെറും എന്താ പറയുക, ഒരു നാടകങ്ങൾ മാത്രമാണ്. നിങ്ങളോട് ശരിക്കും റിയലായിട്ടുള്ളൊരു ലവ് ഉണ്ട് ഇവിടെ. കാർഡ് നമ്പർ 2. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോർ എവർ ലവ് ആണ് കാണിക്കുന്നത്. നിങ്ങളോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ എപ്പോഴും കൂടെ ഉള്ളത് പുള്ളിക്ക് ഇഷ്ടമാണ്. പക്ഷെ പുറമേ ഒന്നും അങ്ങനെ കാണിക്കത്തില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഭാവിയിലോട്ട് എങ്ങനെ കല്യാണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ഫ്യൂച്ചറിനെയൊക്കെ പറ്റി ചിന്തിക്കുന്നുള്ള ഒരാളാണ്. നിങ്ങൾക്ക് കൂടുതൽ അറ്റൻഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രൂ ഫീലിങ്സ് ആണ് കൂടുതൽ എപ്പോഴും പുള്ളി കാണിക്കുന്നത്. നിങ്ങളുടെ കൂടെ എപ്പോഴും സപ്പോർട്ടീവായിട്ടുള്ളൊരു എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് നിൽക്കുന്നത്. അതുമാത്രമല്ല നിങ്ങളില്ലാതെ അവർക്കൊരു ജീവിതം ഇല്ല എന്നവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ട്രൂ ഫീലിങ്സ് ആണ് കാണിക്കുന്നത്. പിന്നെ ഇങ്ങനെ പിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ വഴക്കിട്ട് കുറേ നാൾ ഇരിക്കാനൊന്നും പുള്ളിക്ക് ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഈ റിലേഷൻഷിപ്പിൽ വരുന്ന എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങളെ ഒരു കുഞ്ഞിനെ പോലെ കാക്കാനും എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടെ ചെയ്യാനും ഒക്കെ ഉള്ള ഒരാളാണ് ഈ ഒരു പാർട്ട്ണർ നിങ്ങളുടേത്. പിന്നെ കെയറിങ് ഒക്കെ ഉള്ള ഒരാളാണ്. പിന്നെ നിങ്ങൾ തമ്മിലൊരു ഡീപ്പ് കണക്ഷനും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ കാർഡ് നമ്പർ 2.